ഏതൊരു പുതിയ കാര്യം ആരംഭിക്കുമ്പോഴും മതവിശ്വാസത്തിനനുസരിച്ചുള്ള ആചാരങ്ങളും ചടങ്ങുകളും പിന്തുടരുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ നടത്തിയ നീക്കം വൻ അപകടമായി മാറിയിരിക്കുകയാണ് ഡൽഹിയിലെ മഹീന്ദ്ര ഷോറൂമിൽ. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. എന്താണ് സംഭവമെന്ന് പലർക്കും പിടികിട്ടി കാണില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മഹീന്ദ്ര ഷോറൂമിൽ നിന്നും മഹീന്ദ്ര താർ പുറത്തിറക്കുന്നതിനു മുൻപായി ടയറിനടിയിൽ നാരങ്ങ വെക്കുകയും അതിനു മുകളിൽ വാഹനം കയറ്റുകയും ചെയ്തു. എന്നാൽ വാഹനം കയറ്റി ഇറക്കുന്നതിനിടയിൽ വാഹനം ഒന്നാം നിലയിൽ നിന്നും താഴേക്ക് പതിച്ചു. ഈയൊരു സംഭവം പലരും സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇത്ര ഒരു കാര്യം എന്തിനാണ് ചെയ്യുന്നതെന്ന് പലരും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇതിന് പലപ്പോഴും ഉത്തരം നൽകുന്നത് ചില തരത്തിലുള്ള വിശ്വാസങ്ങൾ തന്നെയാണ്. നാരങ്ങയ്ക്ക് ചന്ദ്രനും ശുക്രനുമായി ബന്ധമുണ്ടെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. നാരങ്ങ ശുക്രനായും നാരങ്ങ നീര് ചന്ദ്രനുമായാണത്രേ കണക്കാക്കുന്നത്. പുതുതായി വാങ്ങുന്ന ഏതൊരു വസ്തുവിലും നെഗറ്റിവിറ്റി ഉണ്ടെന്നും അതൊഴിവാക്കാൻ നാരങ്ങയ്ക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണത്രേ പുതിയ വാഹനം വാങ്ങുമ്പോഴും ദൂരയാത്ര പോകുമ്പോഴും വാഹനത്തിന്റെ ടയറിനടിയിൽ നാരങ്ങ വെക്കുന്നത്. എന്നാൽ പുരാതനപരമായി വാഹനത്തിന്റെ ടയറിനടിയിൽ നാരങ്ങ ചതയ്ക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. പണ്ട് മോട്ടോർ വാഹനങ്ങളുടെ വ്യാപകമല്ലാത്ത കാലത്ത് ആളുകൾ ഗതാഗതത്തിനായി കാളവണ്ടിയും കുതിരവണ്ടിയും കഴുതയുമെല്ലാം ഉപയോഗിച്ചിരുന്ന സമയത്ത് മൃഗങ്ങളുടെ കാലുകളിൽ കല്ലും മുള്ളും തറച്ച് മുറിവേൽക്കുമ്പോൾ അവയെ തടയുന്നതിനായി നാരങ്ങ ഉപയോഗിച്ചിരുന്നു. മുറിവേൽക്കുന്നത് സാധാരണമാണെങ്കിലും മുറിവുകൾ വഴി അണുബാധ ഉണ്ടാകാതിരിക്കാൻ നാരങ്ങയിൽ ചവിട്ടിയാണ് ഇവയെ കൊണ്ടുപോയിരുന്നത്. അന്ന് നാരങ്ങ ഒരു മരുന്നായാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രകൃതിദത്ത ആന്റിസെപ്റ്റിക് ആണ് നാരങ്ങ. ഇത് മൃഗങ്ങളെ പരിക്കുകളിൽ നിന്നും സംരക്ഷിക്കുകയും അണുബാധ തടയുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് നാരങ്ങ ഉപയോഗിക്കുന്നത് ഒരു ആചാരവും ചടങ്ങുമായി മാറി. അന്ന് മൃഗങ്ങളിൽ വരുന്ന അണുബാധ തടയാനാണെങ്കിൽ ഇന്ന് നാരങ്ങ ഉപയോഗിക്കുന്നത് പലരും വരാൻ പോകുന്ന ദോഷത്തെ മുൻകൂട്ടി മാറ്റാനാണ്.